ഏട്ടാ, എനിക്ക് തണുക്കുന്നുണ്ട്. ഇനിയേലും ഞാനൊന്ന് എണീക്കട്ടെ? ദയനീയമായി അനീഷിനെ ഒന്ന് നോക്കി അശ്വതി. എണീക്കല്ലേ പൊന്നെ, കുറച്ചു നേരം കൂടി കണ്ടോട്ടെ ഞാൻ. 1 വർഷമായില്ലേ നിന്നെ ഇങ്ങനെയൊന്ന് കണ്ടിട്ട്. എത്ര കണ്ടിട്ടും കൊതി തീരുന്നില്ല. അവൻ്റെ മിഴികളിൽ വജ്രത്തിളക്കമാണ് അശ്വതി കണ്ടത്. ഏട്ടാ പ്ലീസ്, തണുത്തിട്ട് വയ്യ. 2 മണിക്കൂറായി ഞാൻ ഈ ഫാനിൻ്റെ കീഴിൽ ഡ്രസ്സ് ഒന്നും ഇടാണ്ട് ഇങ്ങനെ ഇരിക്കുവല്ലേ. ഇത്തവണ ദയനീയമായിരുന്നു അവളുടെ സ്വരം. പക്ഷെ അത് അനീഷിൻ്റെ കാതുകളിൽ പതിച്ചില്ല. അശ്വതിയുടെ അഴകിൽ മതിമറന്ന് ഇമ വെട്ടാതെ അങ്ങനെ നോക്കിയിരുന്നു അവൻ. പ്രവാസിയായ അനീഷ് അശ്വതിയെ വിവാഹം കഴിച്ചിട്ട് വർഷം 10ഓളം കഴിയുന്നു. 8 വയസ്സുള്ള ഒരു മോളുണ്ടവർക്ക്. കാഴ്ചയിൽ അല്പം കറുപ്പ് നിറമാണ് അനീഷിന്. എന്നാൽ അശ്വതിയാകട്ടെ ഏറെ സുന്ദരിയും. തനിക്ക് കിട്ടിയ വിലമതിക്കാനാകാത്ത നിധിയായാണ് അനീഷ് അവളെ കാണുന്നത്. 1 വർഷത്തിലോ 1.5 വർഷത്തിലോ ഒക്കെയാണ് അവൻ നാട്ടിൽ ലീവിന് വരുന്നത്. വന്നാൽ പിന്നെ ഇതാണ് അവസ്ഥ. അനീഷിൻ്റെ സ്നേഹപ്രകടനങ്ങൾ അല്പം കടന്ന രീതിയിലാണ്. ഇതുപോലെ മണിക്കൂറുകളോളം അശ്വതിയെ വിവസ്ത്രയാക്കി ഫാനിൻ്റെ ചുവട്ടിൽ ഇരുത്തി ബെഡിലിരുന്ന് അവളെ കുതിതീരെ നോക്കിയിരിക്കുക. വെളുത്തു തുടുത്ത അവളുടെ ശരീരത്തിൽ പിച്ചയും മാന്തിയുമൊക്കെ അവളുടെ ചെറിയ ചെറിയ എതിർപ്പുകളെ ആസ്വദിച്ച് ആശ തീർക്കുക. അങ്ങനെ നീളുന്നു അവൻ്റെ പ്രവർത്തികൾ. കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കെയും സഹിച്ച് ഒപ്പം തന്നെ നിൽക്കുകയാണ് അശ്വതിയും. പുറമേ നിന്ന് നോക്കിയാൽ സുഖമാണ് അവരുടെ ജീവിതം. ആവശ്യത്തിന് സമ്പത്ത്, പുത്തൻ വീട്, വാഹനങ്ങൾ, അങ്ങനെയെല്ലാം. അശ്വതിയുടെ ജീവിതം ഏറെ സുഖകരമെന്ന് തന്നെയാണ് വീട്ടുകാർ പോലും വിശ്വസിക്കുന്നത്. എന്താടാ, ഇന്നലെയും ഉണ്ടായിരുന്നോ? PSC കോച്ചിങ് സെൻറ്ററിൽ ഏറെ വിഷണ്ണയായിരിക്കുന്ന അശ്വതിയെ കണ്ട് സംശയത്തോടെ അരികിലേക്ക് ചെന്നിരുന്നു സുഹൃത്ത് ശില്പ. ഉണ്ടായിരുന്നു. 3 മണിക്കൂർ. ഒടുക്കം തണുത്തു വിറച്ച് വല്ലാണ്ടായിപ്പോയി ഞാൻ. ആ മറുപടി കേട്ട് അവളുടെ അവസ്ഥയിൽ ഏറെ സഹതാപം തോന്നി ശില്പയ്ക്ക്. എടാ, നിനക്ക് തുറന്നു പറഞ്ഞൂടെ ഇതൊക്കെ ഓവറാണ്, ഇങ്ങനെയൊന്നും പറ്റില്ല എന്ന്? എത്രയെന്ന് വെച്ചാൽ ഈ സഹിക്കുന്നേ? അത് വേണ്ടടാ. ഏട്ടനാകെ 1 മാസം ലീവിനല്ലേ വരുന്നേ. ആ 1 മാസം ഞാൻ സഹിക്കാം. സന്തോഷത്തോടെ ഏട്ടൻ തിരികെ പോയിക്കോട്ടെ. ആ മറുപടി കേട്ട് ശില്പയുടെ മുഖം കുറുകി. പോയിട്ടോ? പോയാൽ തീരുവോ എല്ലാം? ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ പാടില്ല, വാട്സപ്പിൽ ഫോട്ടോ ഇടാൻ പാടില്ല, നൈറ്റ് 10 മണി കഴിഞ്ഞാൽ ഓൺലൈനിൽ വന്നുകൂടാ, ടൈറ്റ് ഡ്രസ്സിട്ട് പുറത്തു പോയിക്കൂടാ. ഇങ്ങനെ എന്തെല്ലാം നിബന്ധനകൾ! നിന്റെ ചേട്ടൻ ഒരു അര സൈക്കോ ആണ്. പൊട്ടനെ ലോട്ടറി അടിച്ച പോലെയാണ് നിന്നെപ്പോലൊരു പെണ്ണിനെ അയാൾക്ക് കിട്ടിയത്. അതോടെ പുള്ളിയുടെ കിളി പറന്നു എന്ന് വേണേൽ പറയാം. നിന്റെ വിധി. അത്രയും പറഞ്ഞ് പുച്ഛത്തോടെ ശില്പ പോകുമ്പോൾ ഒക്കെയും കേട്ടു മൗനമായിരുന്നു അശ്വതി. ശരിയാണ് അവൾ പറഞ്ഞത്. പലപ്പോഴും തനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ? മൗനമായി ഡെസ്കിലേക്ക് തല ചായ്ച്ചു അവൾ. അന്ന് ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിലെത്തുമ്പോൾ അശ്വതിയെ കാത്ത് പുറത്തു തന്നെ നിന്നിരുന്നു അനീഷ്. ഏട്ടനിതെന്താ വെളിയിൽ നിൽക്കുന്നേ, അതും ഈ സമയത്ത്? അവനെ കണ്ട് അതിശയിച്ചു അവൾ. എന്നാൽ അനീഷിൻ്റെ മുഖത്ത് കടുപ്പമായിരുന്നു. ആരാ ഈ ജിതിൻ? ജിതിൻ KS? അവൻ്റെ ചോദ്യം കേട്ട് അശ്വതിയുടെ നെറ്റി ചുളിഞ്ഞു. അവനെൻ്റെ ഫ്രണ്ടാണ്. കോളേജിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. എന്തു പറ്റിയേട്ടാ? സംശയത്തോടെ അവൾ നോക്കുമ്പോൾ തൻ്റെ ഫോണെടുത്ത് ഫേസ്ബുക്കിൽ അശ്വതിയുടെ പ്രൊഫൈൽ ഓപ്പണാക്കി അതിൽ അവൾ രാവിലെ പുതുതായിട്ട പ്രൊഫൈൽ ഫോട്ടോ ഓപ്പൺ ചെയ്തു അനീഷ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്വന്തം ഫോട്ടോ പ്രൊഫൈലിൽ ഇടരുതെന്ന്? എന്നിട്ട് എന്തിനാ നീ രാവിലെ നിന്റെ ഫോട്ടോ ഇട്ടത്? എന്നിട്ടിപ്പോൾ കണ്ടില്ലേ ഇവൻ വന്ന് അതിനിട്ടേക്കുന്ന കമൻറ്റ്? സുന്ദരി, എന്നിട്ട് 2 ലവ് സ്റ്റിക്കറും. എന്തിനാ ഇവനെയൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ നിൽക്കുന്നേ? അതോ ഇനി ഇവനുമായി എന്തേലും ബന്ധമുണ്ടോ നിനക്ക്? ആ ചോദ്യം വല്ലാതെ നടുക്കിയ അശ്വതിയെ. ഏട്ടാ, എന്ത് ഭ്രാന്താണീ പറയുന്നേ? അവൻ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ആ ഒരു ഫ്രീഡത്തിൽ ഇട്ടതാണ്. അല്ലെങ്കിൽ തന്നെ ഈ ഒരു കമൻറ്റിന് എന്താണ് പ്രശ്നം? എന്തിനാണ് ഏട്ടൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തിച്ച് കൂട്ടുന്നത്? അവളുടെ ചോദ്യമാകട്ടെ അനീഷിനെ ചൊടിപ്പിച്ചു. ആവശ്യമില്ലാത്തത് ചിന്തിച്ചു കൂട്ടിയെന്നോ? ഞാനോ? ഇതാണോ ആവശ്യമില്ലാത്ത കാര്യം? എൻ്റെ ഭാര്യ സുന്ദരിയാണെങ്കിൽ അത് ഞാൻ പറയും. അല്ലാതെ അത് പറയാൻ അവനാരാ? അല്ലെങ്കിൽ അവനത് പറയേണ്ട കാര്യമെന്താ? ഒച്ചയുയർന്നു. അതോടെ അയൽക്കാരിൽ ആരൊക്കെയോ ശ്രദ്ധിച്ചു തുടങ്ങിയത് മനസ്സിലാക്കിയ അശ്വതി. ഏട്ടാ, എന്താ ഇത്? നിങ്ങൾക്കെന്താ വട്ടാണോ? എന്ത് ഭ്രാന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? അതേടി, ഇനി എന്നെ ഭ്രാന്തൻ കൂടിയാക്ക്. ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും എന്തിനാ ഇന്ന് നീ സ്വന്തം ഫോട്ടോ ഫേസ്ബുക്കിലിട്ടേ? നിനക്കിവിടെ എന്തേലും ഒരു കുറവുണ്ടോ? എന്നിട്ട് ഞാൻ പറയുന്നത് അനുസരിക്കാൻ നിനക്ക് എന്താണ് മടി? അതോ ഇനി എന്നേക്കാൾ നല്ല ആരെയും കണ്ടുവച്ചിട്ടുണ്ടോ നീ? ഇത്തവണ അനീഷിൻ്റെ വാക്കുകൾ അതിരുകടക്കവേ മൗനമാകാൻ തോന്നിയില്ല അശ്വതിക്ക്. അവളുടെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടുപോയി. എന്ത് സുഖമാണ് നിങ്ങളിവിടെ എനിക്ക് തരുന്നത്? ഒരലർച്ചയായിരുന്നു അത്. പെട്ടെന്നുള്ള ആ പ്രതികരണത്തിൽ ഒന്ന് നടുങ്ങിയ അനീഷ്.
അത് മനസ്സിലാക്കി തന്നെ തുടർന്നു അശ്വതി. ഒക്കെയും സഹിച്ചു മടുത്തു എനിക്ക്. ശരിയാണ്, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഗൾഫിൽ ജോലി, പുതിയ വീട്, കാറ്, സ്കൂട്ടർ, അങ്ങനെ എല്ലാ ആഡംബരവുമുണ്ട്. പക്ഷേ ഉള്ളിലേക്ക് കയറിയാലോ, ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇടാൻ എനിക്ക് പറ്റില്ല. ഇഷ്ടപ്പെട്ട പോലെ തലമുടി ചീകാൻ പറ്റില്ല. അത് പറ്റില്ല, ഇത് പറ്റില്ല. രാത്രിയായാൽ നേരെ ഫോൺ ഉപയോഗിച്ചുകൂടാ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കണം. എന്നിട്ടോ ഇതൊന്നുമല്ലല്ലോ പ്രധാന കാര്യം. അവൾ ഒന്നു നിർത്തുമ്പോൾ അന്താളിച്ച് നോക്കി നിൽക്കുകയായിരുന്നു അനീഷ്. കിടപ്പറയിൽ എന്ത് തോന്നിവാസമാണ് നിങ്ങൾ എന്നോട് ചെയ്യുന്നത്? ഞാനെന്താ കീ കൊടുക്കുന്ന പാവയാണോ നിങ്ങൾ പറയുന്ന പോലൊക്കെ ചെയ്യാൻ? എൻ്റെ ആഗ്രഹം എന്താണെന്ന് ഇതുവരെ നിങ്ങൾ തിരക്കിയിട്ടുണ്ടോ? ഇന്നലെയും ഇരുന്നു തണുത്ത് വിറച്ച് 3 മണിക്കൂറോളം. അയൽക്കാർ നോക്കി നിൽക്കുന്നത് കൊണ്ട് കൂടുതൽ വിവരിക്കുന്നത് ശരിയായില്ല എന്ന് മനസ്സിലാക്കി അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തിയ അശ്വതി മറുപടി ഒന്നും പറയുവാൻ കഴിയാതെ നടുങ്ങി നിൽക്കുകയായിരുന്നു അനീഷ്. അപ്പോൾ താൻ ചെയ്യുന്നതൊക്കെയും വൈകൃതങ്ങളാണോ? ആ ചിന്ത അവനെ അലട്ടി. ആ സമയം കൂടുതൽ ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ നേരെ വീടിനുള്ളിലേക്ക് കയറിയ അശ്വതി മനസ്സിൽ കുന്നുകൂടിയിരുന്ന വേദനകൾ തുറന്നു പറയവേ അല്പം ആശ്വാസം തോന്നിയിരുന്നു അവൾക്ക്. എന്നാൽ അനീഷിൻ്റെ ഇനിയുള്ള പ്രതികരണം എന്താകുമെന്ന് അവൾക്കും ചെറിയ ആശങ്കയുണർത്തി. ആ സമയം അയൽക്കാർക്ക് മുഖം കൊടുക്കാതെ വീടിനുള്ളിലേക്ക് കയറി ആകെ എളിഭ്യനായിരുന്നു അനീഷ്. വ്യക്തമായി ഒന്നും മനസ്സിലായില്ലെങ്കിലും ചിലതൊക്കെ അയൽക്കാരും മനസ്സിലാക്കിയെന്നത് അവനിൽ വലിയ നാണക്കേടുളവാക്കി. ഒടുവിൽ തെറ്റ് തൻ്റെ ഭാഗത്താണെന്ന് സമ്മതിച്ച് അശ്വതിയോട് മാപ്പ് ചോദിക്കുവാൻ തന്നെ തീരുമാനിച്ചു അനീഷ്. കാരണം അയൽക്കാരൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി പിണക്കം നീണ്ടുപോയാൽ അത് കൂടുതൽ നാണക്കേടാകുമെന്ന് മനസ്സിലാക്കിയവൻ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മുഖം കുനിച്ചിരിക്കുകയായിരുന്നു അശ്വതി. അല്പസമയം അവളെ നോക്കി നിന്ന ശേഷം പതിയെ അരികിലേക്കിരുന്നു അനീഷ്. മോളെ, സോറി, എൻ്റെ തെറ്റാണ്, ഞാൻ സമ്മതിച്ചു. പേടിയായിരുന്നു എനിക്ക്. നിന്നെപ്പോലൊരു സുന്ദരി എന്നെപ്പോലൊരു ഗ്ലാമർ ഇല്ലാത്തവൻ്റെ ഒപ്പം ജീവിക്കുമ്പോൾ എന്നേക്കാൾ നല്ലത് കണ്ടാൽ നീ എന്നെ വിട്ടു പോകുമോ എന്ന് പേടി തോന്നിപ്പോയി എനിക്ക്. അതാണ് നിന്റെ കാര്യങ്ങളിൽ ഞാൻ അത്രയ്ക്ക് നിബന്ധനകൾ വെച്ചത്. എന്നോട് ക്ഷമിക്ക് നീ. ദയനീയമായ ആ വാക്കുകൾ കേട്ട് അശ്വതിയുടെ മിഴികൾ നിറഞ്ഞു. ഏട്ടൻ എന്താ കരുതിയേ? അങ്ങനെ സൗന്ദര്യം മാത്രം നോക്കിയാണേൽ ഏട്ടൻ്റെ കല്യാണാലോചന വന്നപ്പോൾ തന്നെ എനിക്ക് നോ പറയാമായിരുന്നല്ലോ. ഞാൻ സൗന്ദര്യം മാത്രമല്ല നോക്കിയതേട്ടാ, ഏട്ടനെ വിട്ട് ഞാൻ എവിടെയും പോവുകയുമില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു അവൾ. അവളെ പതിയെ നിവർത്തി തൻ്റെ മാറോട് ചേർത്ത് പുണർന്നു അവൻ. നിന്നെ സ്വന്തമായി കിട്ടിയപ്പോൾ എനിക്ക് ലോട്ടറി അടിച്ച പോലെയാണ് തോന്നിയത്. എത്ര കണ്ടാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടോ, നിന്നെപ്പോലൊരു സുന്ദരിയെ എനിക്ക് കിട്ടിയെന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ മതിവരുവോളം കണ്ടിരിക്കുന്നത്. ഇനി നിബന്ധനകൾ വെക്കില്ല ഞാൻ. ബെഡ്റൂമിലും നിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കും ഞാൻ. നല്ലൊരു ഭർത്താവായിരിക്കും. ആ വാക്കുകൾ കേൾക്കെ അറിയാതെ അവനിൽ നിന്നും അടർന്നു അശ്വതി. ആ മുഖത്തേക്ക് നോക്കവേ അവളുടെ മിഴികൾ വീണ്ടും തുളുമ്പി. ഈ ഏട്ടനെയാണ് എനിക്ക് വേണ്ടത്. ഞാൻ സ്നേഹിക്കുന്നത് പോലെ എന്നെയും സ്നേഹിക്കുന്ന, കെയർ ചെയ്യുന്ന ഒരേട്ടനെ. അനീഷിൻ്റെ നെറുകയിൽ ഒരു മുത്തം നൽകി വീണ്ടും അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു അശ്വതി. അവളെ ചേർത്ത് പുണർന്നങ്ങനെ ഇരുന്നു അനീഷ്. ആ സമയം പതിയെ അവൻ്റെ നോട്ടം മറ്റൊന്നിൽ പതിച്ചു, അശ്വതിയുടെ ഫോണിലേക്ക്. അവൾ അറിയാതെ ഇടതു കൈയാൽ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് വലതു കൈ നീട്ടി ആ ഫോൺ എടുത്തു അവൻ. ശേഷം നേരെ പോയത് ഫേസ്ബുക്കിലേക്കാണ്. ജിതിൻ KS എന്ന പ്രൊഫൈൽ കണ്ടെത്തി പതിയെ ബ്ലോക്ക് ബട്ടൺ അമർത്തി. എൻ്റെ ഭാര്യ അങ്ങനെ നീ വളയ്ക്കാൻ നോക്കണടാ നാറി, അവൾക്ക് ഞാനുണ്ട്. ആത്മകഥത്തോടെ നേരെ വാട്സപ്പിൽ കയറിയും ജിതിൻ എന്ന സേവ് ചെയ്തിരിക്കുന്ന നമ്പർ ബ്ലോക്ക് ചെയ്തു. ശേഷം പെട്ടെന്ന് ഫോൺ വീണ്ടും ബെഡിലേക്കിട്ട് ഇരു കൈയാലും അവളെ വാരിപ്പുണർന്നു. വലിയൊരു വിഷമത്തിൽ നിന്നും മുക്തി നേടിയ ആശ്വാസത്തിൽ ഏറെ സന്തോഷവതിയായി അനീഷിൻ്റെ മാറിൽ തല ചേർത്തിരിക്കവേ അശ്വതി അറിഞ്ഞിരുന്നില്ല അവനിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്നത്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.